ഹലോ കൂട്ടുകാരെ, ഇറ്റ്സ് യുവർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങിയപ്പോഴത്തേക്ക് കണ്ട ഒരു പാർക്കാണ് കേട്ടോ. കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു പാർക്ക്. റോഡിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അല്ലുവിന് അവിടെ കയറണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കയറുകയാണ്. പാർക്കിലെ വിശേഷങ്ങൾ പറയും മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മളവിടെ കയറിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കാരണം കുഞ്ഞൊരു പാർക്കാണെങ്കിൽ എന്ത് തിരക്കാണെന്നറിയാമോ. കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയ ക്രൗഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു റൈഡുകളാണ് അവിടെ ഉള്ളത്. വളരെ സേഫ്റ്റി ആയിട്ടുള്ള റൈഡുകളാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ കുഞ്ഞു റൈഡുകളാണേ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോഴത്തേക്ക് കണ്ടോ അവിടുത്തെ ആ ഒരു പ്രത്യേക ഭംഗി. ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ട്രെയിൻ വർക്ക് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോണ്ടിന് ചുറ്റുമായിട്ടാണ് ആ ട്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിൻ കുറച്ച് മൂവായി കഴിയുമ്പോഴത്തേക്ക് ആ പോണ്ടിനകത്തൊരു വാട്ടർ ഡാൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. കുട്ടികൾക്കും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അവരുടെ ആ ഒരു സന്തോഷം അപ്പോൾ കാണേണ്ടത് തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു ചെടികളാലും പനകളാലുമാണ് ആ പാർക്ക് പ്രത്യേക ഭംഗിയാകുന്നത്. നല്ല വിശാലമായ പുൽത്തകിടിയും അതുപോലെ തന്നെ ഇരിക്കാൻ ഇരിപ്പിടങ്ങളും ആ പാർക്കിൽ പ്രത്യേകം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ പനകളുടെയൊക്കെ ഭംഗി കണ്ടോ. അതുപോലെ തന്നെ ആ പനയിലെല്ലാം നിറയെ കായ്കൾ പൂത്ത് നിൽക്കുകയാണ്. പുൽത്തകിടികൾക്കിടയിലായി നല്ല നടപ്പാതകളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിനോസർ, കുതിര, ഇതുപോലെ നല്ല ഭംഗിയുള്ള ശില്പങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരെ ആകർഷിപ്പിക്കാനുമായിട്ടാണ് ഈ പാർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു കവാടം തന്നെയായിരുന്നു അവിടുന്ന് കയറി വരുമ്പോൾ. കുഞ്ഞുങ്ങളെക്കാൾ വലിയ ആൾക്കാരാണ് ഈ റൈഡ് യൂസ് ചെയ്തിരുന്നത്. കാരണം അവർക്കും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വൈകുന്നേരം കുട്ടികളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണത്. കടയ്ക്കൽ ഇങ്ങനെ ഒരു പാർക്കുണ്ടെങ്കിൽ നമ്മളിത് അങ്ങനെയൊന്നും പോയിട്ടില്ല. മുമ്പൊരിക്കൽ അവിടെ ഒരു മേള നടന്ന സമയത്ത് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഈവനിങ് വ്യൂ ഇപ്പോഴാണ് കാണുന്നത്. ഇത്രയും മനോഹരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയപ്പോഴാണ് അത്ര ഒരു ഭംഗി ആ ഒരു പാർക്കിനുണ്ടെന്നുള്ളത് അറിയുന്നത്.
വൈകുന്നേരത്തെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് ഈ പാർക്കിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. അല്ലുവിനെ ആ പാർക്കിൽ കയറ്റിവിട്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ അവൻ എങ്ങോട്ട് പോയി എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. ഏതൊക്കെയോ റൈഡിലൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട്. ഒന്നും മാറി എല്ലാം അവൻ യൂസ് ചെയ്തു എന്നുള്ളതാണ്. കുട്ടികൾ ഒന്നിച്ച് വരുമ്പോഴാണ് ട്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഓരോ വട്ടം ട്രെയിൻ ഓടിക്കുമ്പോഴും അല്ലു ഓടിച്ചില്ലെന്നുണ്ടായിരുന്നു. ഏതൊക്കെയോ സീറ്റിലൊക്കെ കയറി ഇരുന്നിട്ട് അങ്ങനെ 4 പ്രാവശ്യമായിട്ട് 4 സീറ്റുകളിൽ കയറിയിരുന്ന് അവൻ ആ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുവരുകളിൽ കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കുഞ്ഞു കുട്ടി ഞാൻ നോക്കിയപ്പോൾ അതിൽ പോയിട്ട് ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് എന്താണെന്ന് മനസ്സിലായതാണോ അതോ ടോം ആൻഡ് ജെറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ ടി വിയിലൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കണം. ഐഷേട്ടൻ അല്ലുവിൻ്റെ പുറകെ ഓടി ഓടി തളർന്നു വന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വലിയ ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ആ പാർക്കിൽ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്ന് കഴിച്ച് റിലാക്സ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മളവിടെ കണ്ടത്. ഏകദേശം 2 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലൂസ് ക്ഷീണിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പാർക്കിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.